നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കട്ടപ്പനയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. സാബുവിന്റെ കുടുംബത്തിന് പണം വേഗത്തിൽ നൽകാനുള്ള നടപടി സ്വീകരിച്ചു എന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി പറഞ്ഞതിലേക്ക് സർക്കാർ മരണപ്പെട്ട കുടുംബത്തോടൊപ്പമായിരിക്കും, അവരുടെ ആശ്രിതരോടൊപ്പമായിരിക്കും. കൃത്യമായി അവർക്ക് കിട്ടാനുള്ള പണം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ ഇതിനോടൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. 1-2 ദിവസത്തേക്കോ അത് കൊടുത്തിരിക്കും. മറ്റ് നിയമാനുസൃതമുള്ള നടപടികൾ പോലീസ് അന്വേഷിച്ച് ഈ കാര്യത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വശമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശവും പോലീസിന് കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്വേഷണവും നടപടി ഉണ്ടാവും. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇതിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുകൾ ഉണ്ടായിരുന്നു, ജീവനക്കാരുടെ പേരുകൾ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇത്ര വൈകി മൊഴിയെടുപ്പ് നടക്കുന്നു എന്നതാണ്. കുടുംബാംഗങ്ങളുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കഴിഞ്ഞപ്പോൾ 2 ദിവസം പിന്നിടുമ്പോൾ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ്. ജീവനക്കാർക്ക് പൂർണ്ണ പിന്തുണയുമായി ബാങ്ക് പ്രസിഡന്റൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അതിനൊരു കാലതാമസം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്ന നടപടി താമസിച്ചു. മാത്രമല്ല ഈ FIR-ൽ പ്രത്യേകിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് പോവുകയും ചെയ്തു. എന്തായാലും അവർ തുടർ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ മൊഴിയെടുപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഇപ്പോൾ ജീവനക്കാരായിട്ടുള്ള ബാങ്ക് സെക്രട്ടറി റെജി എബ്രഹാം, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ഇന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘമാണ്. അതിനുശേഷം സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായ VR സജിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം CCTV ഉൾപ്പെടെ പരിശോധിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുകൾ ചേർക്കണോ, പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുക എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ മന്ത്രി VN വാസവന്റെ പ്രതികരണം കൂടി ഇപ്പോൾ വരികയാണ്. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല. തക്കതായ നടപടി ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ നടപടി തന്നെ പോലീസ് കൊടുക്കും, അല്ലെങ്കിൽ അത്തരം നടപടി പോലീസ് സ്വീകരിക്കും. ഈ കുടുംബത്തിന് പണം തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള എത്രയും വേഗം തിരികെ നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു എന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിലാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്.